പിന്നെ സജീവ് ജനാർദ്ദനൻ സജീവ് ജനാർദ്ദനൻ KCB രംഗത്തെ കോൺഗ്രസ് സംഘടനയുടെ കാലങ്ങളോളമുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, ആലപ്പുഴക്കാരനാണ്. അപ്പൊ ഞാനിങ്ങനെ നടന്നു വരുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഞാൻ എല്ലാ ദിവസവും നടക്കാൻ വരാറുണ്ട്. അതെ, ഷാജി എന്ന് പറഞ്ഞ എന്റെ കക്ഷിയാ. ആണല്ലേ? അപ്പോൾ ഷാജി പറഞ്ഞത് ആ ചേട്ടൻ നടന്നു വരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ പിന്നെ മഞ്ചേശ്വരം മുതലുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നതാണ്. എല്ലാം കാണുന്നുണ്ട്. വളരെ നന്നായിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് പറയാം, താങ്കൾ ഇപ്പോഴും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നു കേട്ടാ. ചെറുപ്പമാണല്ലോ ഇപ്പോഴും. നമ്മൾ അന്ന് ഏത് 15 വർഷത്തിന് മുമ്പ് ഞാൻ വെറും കോംപ്ലിമെന്റ് പറഞ്ഞു, വെറും കോംപ്ലിമെന്റ് അല്ല, സത്യമാണ് പറഞ്ഞത്. വിഷയത്തിലേക്ക് വരാം. അതായത് ഈ ജനാധിപത്യത്തിൽ സർക്കാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാവട്ടെ മന്ത്രിമാരാവട്ടെ ജനങ്ങളോട് അടുത്ത് നിൽക്കേണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളത് കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു വരികയാണ്. പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ നിലപാടുള്ളയാളാണ്. എന്ത് തരത്തിലാണ് അതിനെയൊക്കെ കാണുന്നത്? ഞാൻ വീക്ഷിക്കുന്നത് അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇത് തെറ്റായൊരു കാര്യമല്ല. ജനങ്ങളിലേക്ക് സർക്കാർ ചെല്ലുന്നു, അതിനെന്താ പ്രശ്നം? ഇപ്പോൾ ഉമ്മൻചാണ്ടി ഈ പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിലും സന്ദർശിക്കട്ടെ, ആരും എതിർത്തില്ലല്ലോ. കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു. ഇത് ജനങ്ങളിലേക്ക് കുറച്ചുകൂടി അടുക്കുന്നു. തെറ്റായ സമീപനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. ഏത് നല്ലതിനെയും പോസിറ്റീവായിട്ട് കാണുന്ന, നല്ലതെന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. മാത്രമല്ല, ഒരു സർക്കാരിന് പാതി വഴി പൂർത്തിയാക്കിയ ശേഷം ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് നിൽക്കണമെങ്കിലും ഒരു ധൈര്യം വേണ്ടേ? അല്ല, മാത്രമല്ല ചെയ്ത കാര്യങ്ങൾ പറയാം, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്ന് ചോദിക്കാം, വിമർശനങ്ങൾ ഉണ്ടാകാം. അത് നേരിടാനുള്ള അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ജനാധിപത്യ ബോധം ഒരു സർക്കാർ കാഴ്ചവെക്കുമ്പോൾ അത് നല്ലതല്ലേ? ജനങ്ങളിലേക്ക് അടുക്കുക, ജനങ്ങൾ നകന്നു നിൽക്കുന്നവർ ജനങ്ങളിലേക്ക് അടുക്കുക എന്നുള്ളതൊരു വളരെ നല്ലൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുള്ളതാണ്. പലപ്പോഴും വിമർശനം നമുക്ക് കൊടുത്താറ്, പക്ഷേ എല്ലാത്തിനും വിമർശിക്കാൻ പാടില്ല. ആരോഗ്യകരമായ വിമർശനം. അതുകൊണ്ട് ഇത് നന്നായിട്ട് നടക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ റിസൾട്ട് രാഷ്ട്രീയമായിട്ട് ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ എങ്കിൽ പോലും നല്ലതിന് നല്ലതെന്ന് ഞാൻ പറയും. സത്യത്തിൽ വിട്ടു നിൽക്കുകയോ ബഹിഷ്കരിക്കുകയോ എന്നതൊക്കെ പൊളിറ്റിക്കലി എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, പിള്ളേർ ഷൂസ് എറിയുന്നു, അതുപോലെ തന്നെ കരിങ്കൊടി കാണിക്കുന്നു. ഇതൊക്കെ തെറ്റായ നടപടിയാണ്. എന്ത് കാര്യമാണ് ഇതൊക്കെ പണ്ട് ബ്രിട്ടനിലൊക്കെ നടന്നിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ ഷൂ എറിയൊക്കെ തുടങ്ങി. എനിക്കൊന്ന് ക്ലിൻ്റൻ്റെ കാലഘട്ടത്തിൽ ക്ലിൻ്റൺ എറിഞ്ഞാണ്. ഇതൊക്കെ ഒരു വളരെ വളരെ ഒബ്സലീറ്റ് ആയിട്ടുള്ള പ്രതിഷേധങ്ങളാണ്. ഈ കോൺഗ്രസ് ലീഡർഷിപ്പുമായി വളരെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ച ആളാണ് താങ്കൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ് എന്നുള്ളത് കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് കാര്യങ്ങളെ കാണേണ്ടതാണോ? പ്രതിപക്ഷം മെച്ചപ്പെടേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസിൻ്റെ സമീപകാല പ്രവർത്തനങ്ങൾ തൃപ്തനല്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ ഒരു കേഡർ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ KPC പ്രസിഡൻ്റായിട്ട് വന്നത്. ഇത് കേഡറാകാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആൾക്കൂട്ടം എന്നാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആൾക്കൂട്ടം സ്വാതന്ത്ര്യ സമരത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയൊക്കെ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ട് ഗാന്ധി പറഞ്ഞത് സ്വാതന്ത്ര്യം കഴിഞ്ഞ് പിരിച്ചുവിടുന്നതാണ്. പിരിച്ചുവിട്ടിട്ട് ഇന്ത്യൻ നാഷണൽ പാർട്ടി ഉണ്ടാക്കട്ടെ, അല്ലേ? പാർട്ടി ഉണ്ടാണ്, ഇത് പാർട്ടിയല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് BJP, ഭാരതീയ ജനതാ പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, ഇതെല്ലാം പാർട്ടികൾ. ഇതൊരു ആൾക്കൂട്ടമാണ്. കോൺഗ്രസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും ആൾക്കൂട്ടമാണ്. അതുകൊണ്ട് ഇതിന് കാര്യമായ അടിമുടി അഴിച്ചുപടി ഉണ്ടാകണം എന്നാണ് എൻ്റെ സത്യസന്ധമായ അഭിപ്രായം. അല്ല, അതാ ഞാൻ ചോദിച്ചത്. നേരത്തെ AK ആന്റണി മുതൽ K കരുണാകരൻ മുതലുള്ള നേതാക്കളുമായി വളരെ 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 അടുത്ത് നിന്ന് പ്രവർത്തിച്ച് അഭിപ്രായങ്ങൾ നേരിട്ട് പങ്കുവെച്ച് വിമർശനങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് നിന്ന ഒരു ശൈലിയിൽ വന്ന ഒരു കാലത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ആ നിലയിൽ പുതിയ നേതൃത്വം, ആ നേതൃത്വത്തോട് താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളത് KPCCയിൽ മാറ്റം ഉണ്ടാകണം. ഒന്നാമത് നമുക്ക് അറിയാലേ, ആലപ്പുഴ എല്ലാ DCC ജംബോ കമ്മിറ്റിയാണ്. 100-ലധികം DC ഭാരവാഹികൾ. എന്തിനാ അവരിത്ര ആൾക്കാർ? അവരിങ്ങനെ ഖദറിട്ട് വന്ന് തേച്ച് പരസ്പരം മുട്ടിയാൽ ഉടഞ്ഞു പോകും. KPCCയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 250ഓളം KPC ഭാരവാഹികൾ, KPC എക്സിക്യൂട്ടീവ്, ഇതെല്ലാം പിരിച്ചുവിട്ടുകൊണ്ട് പഴയ രീതിയിൽ പ്രവർത്തന മികവുള്ള കുറേ പേരെ മാത്രം വെച്ചുകൊണ്ട് KPCC പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും രാവിലത്തെ നടപ്പ് പൂർത്തിയായോ? നമസ്കാരം. കഴിഞ്ഞോ? ശ്രീകണ്ഠന്റെ അതെ, അമ്പലപ്പുഴ. അതെ, ഓക്കെ, സന്തോഷം. രാവിലെ എല്ലാവരും കണ്ടു. പിന്നെ ഷാജിയെ കാണുന്ന പറഞ്ഞാൽ സന്തോഷമാണ്. എപ്പോൾ വിളിച്ചാലും ഷാജി വീട്ടിൽ വരും. ശരി, ഓക്കെ. അപ്പോൾ ഓക്കെ, നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. കണ്ടതിൽ സന്തോഷം. അപ്പോൾ നമ്മൾ സജീവ് ജനാർദ്ദനാണ്. സജീവ് ജനാർദ്ദൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ KCB
സംഘടനയുണ്ടല്ലോ, KCB ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ജീവനക്കാരുടെ സംഘടന, യൂണിയൻ, അതിൽ ആ രംഗത്തെ വളരെ കൃത്യമായി വളരെ പ്രധാനപ്പെട്ട അവരുടെ നേതാക്കളിൽപ്പെട്ട ഒരാളാണ് അല്ലേ ഷാജ? ഇപ്പോൾ നമ്മളിപ്പോൾ MS ഉത്തർ, അതുപോലെ സജീവ് ജനാർദ്ദനൻ എന്നൊക്കെ പറയുന്ന നിലയിൽ ആ കോൺഗ്രസ് അനുകൂല ആളുകളെ സംഘടിപ്പിച്ച യൂണിയനെ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. KCB യുടെ അതെ, KCB യുടെ അതെ. അപ്പോൾ ആ നിലയിലുള്ള ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ വിമർശനം വെച്ചിട്ടുള്ളത്.